എൽ ജി ടി വിയെ വീട്ടിലേക്ക് കയറ്റുകയില്ല, മുറ്റത്ത് പോലും വരാൻ ഞാൻ സമ്മതിക്കില്ല എന്ന ലക്ഷ്മിയുടെ വാക്കുകൾ നമ്മൾ എല്ലാവരും മറന്നിട്ടില്ല എന്ന് ഉറപ്പാണ്. കാരണം അതൊരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല. LGBTQ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമൊന്നുമല്ല. അവർ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നത് കൊണ്ട് നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ചില അപരാധങ്ങൾ കാണിക്കുമ്പോൾ സത്യം പറയട്ടെ നമുക്ക് ദേഷ്യം വരുന്നുണ്ട് എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ തുറക്കാൻ കഴിയാത്ത രീതിയിൽ ഇവരുടെ പ്രഹസനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കൊന്നും വേണ്ട. ബിഗ് ബോസിനകത്ത് വെച്ചിട്ടാണ് വേദലക്ഷ്മി ഒരു കാര്യം പറയുന്നത്. എന്റെ വീട്ടിലേക്ക് ആദില നൂറയെ കയറ്റില്ല എന്നുള്ള ഒരു കാര്യം, അതായത് LGTVയെ ഞാൻ അടുപ്പിക്കില്ല എന്നുള്ളത്. നാടകീയമായ പല രംഗങ്ങളും അന്ന് അവിടെ അരങ്ങേറി എന്നുള്ളതാണ്. റിയാസ് സലീം എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ വന്നിട്ട് കുറെ കോപ്രായത്തരങ്ങൾ കാണിച്ചത് നമ്മൾ കണ്ടതാണ് എന്നുള്ളതാണ്. ഓക്കെ, അന്ന് ആ വിഷയം നടന്നതിന് ശേഷം പിന്നെ വേദലക്ഷ്മി ഇത്തരം കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല എന്നൊരു വലിയ ഒരു സങ്കടമായിരുന്നു എല്ലാവർക്കും. പക്ഷെ ഒരു ട്രാൻസ് വുമണിനെ ശരിക്കങ്ങ് തേച്ചൊട്ടിക്കുന്ന ഒരു കാര്യമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ബിഗ് ബോസിനകത്ത് വെച്ച് നടന്ന ആ ഒരു കാര്യം പുറത്ത് കോൺട്രവേഴ്സികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേസമയം ഈ ട്രാൻസ് പറഞ്ഞൊരു വാക്കുണ്ട്, വേദലക്ഷ്മി എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ അവളുടെ മുഖം ഞാൻ അടിച്ചു പൊളിച്ചനെ എന്നുള്ളത്. അവർക്കത് പറയാം, അവർക്ക് അതിനുള്ള കരുത്തുമുണ്ട്. കാരണം അവരൊരാണായിരുന്നു. ആ ആണിന്റെ കരുത്ത് അവരുടെ ശരീരത്തിൽ ഇന്നും ഉണ്ടാകും. ലക്ഷ്മി ഇതിനുള്ള മറുപടി കൊടുക്കുന്നു, ഒന്ന് കാണാം. ഞാനൊരു വ്യത്യസ്ത ചിന്താഗതിയുള്ള ഒരാളാണ്. സാധാരണ ആൾക്കാർ ചിന്തിക്കുന്ന പോലെ അല്ല ഞാൻ ചിന്തിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ വന്ന് ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നല്ല വ്യക്തമായിട്ട് പഠിച്ചിട്ട് മാത്രമേ ഞാൻ പറയാറുള്ളൂ എന്ന് രഞ്ജിമാർ. എന്നിട്ട് എന്തേ രഞ്ജു ഇങ്ങനൊരു പ്രസ്താവന എന്താണെന്നല്ലേ നമുക്കൊന്ന് കേട്ടു നോക്കാം. എന്താണ് ആ പ്രസ്താവന എന്ന് അറിയാമല്ലോ അല്ലേ? അതായത് ഇവരെ കുറിച്ച് സംസാരിക്കുന്ന ആളുകളോടൊക്കെ അവർക്ക് വെറുപ്പാണ്. സ്ത്രീകളുടെ പ്രസവവേദനയേക്കാൾ വലിയ വേദനയാണ് ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത് എന്നുള്ള ഒരു പ്രഹസനമൊക്കെ ഇവർ പറഞ്ഞത് നിങ്ങൾ കേട്ടതായിരിക്കുമല്ലോ. അമ്മാതിരി ഊളത്തരൊക്കെ പറഞ്ഞിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഒരുപാട് നല്ല രീതിയിൽ ജീവിക്കുന്ന, നല്ല തൊഴിലെടുത്ത് ജീവിക്കുന്ന, ആർക്കും ഉപദ്രവം ഉണ്ടാക്കാതെ ആരെയും ദ്രോഹിക്കാതെ ജീവിക്കുന്ന ട്രാൻസിനെയൊക്കെ എനിക്കറിയാം. ഒരുപാട് ആളുകളുമായിട്ട് എനിക്ക് സൗഹൃദവുമുണ്ട്. പക്ഷെ ചില ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഫണ്ട് ലഭിക്കുന്നതിന് വേണ്ടി, വരുമാനം ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ട് കാണിച്ചു കൂട്ടുന്ന കോപ്രായത്തരങ്ങൾ ഒരുപാടുണ്ട്. അത് ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും. കാരണം ഇതൊരു നോർമൽ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി അല്ല, അതൊരു അബ്നോർമൽ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അന്ന് ഇവൾ പറഞ്ഞ വാക്കൊന്ന് കേൾപ്പിക്കാം. എന്റെ പേര് പരാമർശിച്ചിട്ടാണ് അവരത് പറഞ്ഞിരുന്നെങ്കിൽ ഏതറ്റം വരെ കേസിന് പോയാലും അടിച്ച് ഞാൻ ചെകിട് പൊട്ടിച്ച് പല്ല് ഞാൻ പൊടിപ്പിച്ചിട്ട് ഞാൻ അവിടെ ഇറങ്ങണം. അതിനുള്ള കഴിവ് ഇവർക്ക് ഉണ്ടാവും. കാരണം ഇവർ ആണാണ്. ഇവര് സ്ത്രീ ആണ് എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇവരാണ് തന്നെയാണ്. അവരുടെ കരങ്ങൾ നിങ്ങൾ കണ്ടില്ലേ? ആ കരങ്ങളിൽ പുരുഷന്റെ പൗരുഷമേറിയ അത്രയും ഫലമുള്ള ദൃഢമായ കരങ്ങൾ അവർക്കുണ്ട്. അത് വെച്ചൊരു ഇടി ഇടിച്ചാൽ ഒരു സ്ത്രീക്ക് അത് ഏൽക്കുക തന്നെ ചെയ്യും. ആ ഒരു കൈ കൊണ്ട് വേദലക്ഷ്മി ഇടിച്ചാൽ പല്ല് പൊട്ടുക തന്നെ ചെയ്യും, പല്ല് തെറിച്ചു പോവുക തന്നെ ചെയ്യും. അല്ലെ? മുൻപൊരിക്കൽ ഒരു ട്രാൻസ് വുമൺ മരിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാകും. അതായത് ഒരു സ്ത്രീ പുരുഷനാവുകയും ഒരു പുരുഷൻ സ്ത്രീ ആവുകയും ചെയ്തു. രണ്ടുപേരും വിവാഹം കഴിച്ചു. അതില് പുരുഷന്റെ മർദ്ദനം കൊണ്ട് ആ സ്ത്രീ മരണപ്പെട്ടു. അതില് ഭാര്യയുടെ മർദ്ദനമേറ്റ് പുരുഷൻ മരിച്ചു. എന്താ സംഭവം അറിയോ? പുരുഷൻ സ്ത്രീ ആവുകയും സ്ത്രീ പുരുഷനാവുകയുമാണ് ചെയ്തിട്ടുള്ളത്. കരുത്ത് അവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. ഈ വാർത്ത കുറെ വലിയ രീതിയിൽ ചർച്ചയായതാണ്. പക്ഷെ അതെല്ലാം അങ്ങ് മൂടിപ്പോയി എന്നുള്ളതാണ്. അതുപോലെ തന്നെ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു ട്രാൻസ് പ്രസവം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഒരു സ്ത്രീ പ്രസവിച്ചപ്പോ ഒരു പുരുഷൻ പ്രസവിച്ചു എന്നുള്ള തലക്കെട്ടോട് കൂടിയിട്ട് വലിയ അപകടം പിടിച്ച ഒരു വാർത്ത ഈ കേരള സമൂഹത്തിലെ മാധ്യമങ്ങൾ കൊണ്ടാടിയതും നമ്മൾ കേട്ടതാണ്. വലിയ വിഡ്ഢിത്തരാണ്. ഇവരിടിച്ചാൽ പല്ലെന്തായാലും പുറത്തു പോകും. കാരണം ഇവരൊരാണിന്റെ കരുത്തുള്ള ഒരു ട്രാൻസ് ആണ്. നിന്റെ സിറ്റ് ഔട്ടിൽ ഇരിക്കാൻ ഞാൻ വരില്ല, പകരം നീ എന്റെ സിറ്റ് ഔട്ടിൽ വന്നിരിക്കടി എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങളുടെ സിറ്റ് ഔട്ടിലേക്ക് വന്നിരിക്കാൻ വേദലക്ഷ്മി പൂച്ചയോ മറ്റുള്ള സാധനങ്ങളൊന്നുമല്ല. നിങ്ങളെ അങ്ങോട്ട് ആരും ക്ഷണിച്ചിട്ടില്ല, അങ്ങോട്ട് നിങ്ങളും ക്ഷണിക്കേണ്ടതായിട്ടില്ല. കാരണം നിന്നെ പോലെയുള്ള ആളുകളുടെ ഈ ഊള നാക്ക് കാരണമാണ് ബാക്കിയുള്ള മാന്യമായി ജീവിക്കുന്ന ട്രാൻസിനും പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്തത്. അതുപോലെ തന്നെ റോഡ് സൈഡിൽ രാത്രി 10-11 മണിക്ക് ശേഷം മറ്റേ പ്രവർത്തി ചെയ്യുന്ന ഈ ഒരു ആളുകൾ ഉള്ളത് കൊണ്ടും നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകളെയും ആളുകൾ ആ രീതിയിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ്. കൊള്ളാല്ലേ? വേദലക്ഷ്മിയുടെ മറുപടി കേൾക്കാം. രഞ്ജു, എന്താണ് LGBTQ ഒന്ന് പറഞ്ഞു തരാമോ? ഇതില് LGനെയും GBയെയും BTയെയും TQനെയും ഒക്കെ നോർമലൈസ് ചെയ്യുന്നുണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഉണ്ടെന്നായിരിക്കും രഞ്ജുവിന്റെ ഉത്തരം, അല്ലേ? എങ്കിൽ ഇതും കൂടെ ഒന്ന് കേട്ടു നോക്കൂ. നീലക്കുയിൽ അവൾ എടുത്തിട്ടുണ്ടായിരുന്ന ലക്ഷ്മിന്റെ ഇന്റർവ്യൂ വാസ് ജസ്റ്റ് അമേസിങ്. എൻ്റെ മോളെ അവള് എതിർക്കേണ്ട സാധനത്തിന് സൂപ്പറായിട്ട് എതിർക്കുന്നുണ്ട്, അതുപോലെ തന്നെ പറയേണ്ട കാര്യത്തിന് പക്കയായിട്ടും പറയുന്നുണ്ട്. ആൻഡ് എനിക്കിപ്പോൾ അവളുടെ ഇന്റർവ്യൂ കണ്ടതിന് ശേഷം ലക്ഷ്മിനോട് ഉണ്ടായിരുന്ന ആ ഒരു വെറുപ്പും ഹെയ്റ്റും
ഞാൻ കേസ് ചെയ്തുകൊണ്ടിരുന്നിരുന്നു. എനിക്ക് ഉണ്ടായിരുന്ന ആ ഒരു ദേഷ്യം ഉണ്ടല്ലോ, അതൊക്കെ പോയി. എനിക്ക് ആ ഒരു ദേഷ്യമൊക്കെ പോയിട്ട് ഓക്കെ, അവള് പറയുന്ന പോയിന്റും പെർസ്പെക്റ്റീവിനും കുറച്ച് ജെനുവിനിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് പലരെ അംഗീകരിക്കാൻ പറ്റാത്ത ഫിഗേഴ്സ് ഉണ്ടല്ലോ LGBT തന്നെ. അപ്പൊ അതൊക്കെ നമ്മളും ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പൊ അതൊക്കെ ആയിരിക്കാം മേ ബി അവർ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ളത്, വാട്ട് എവർ. പിന്നെ റിയാസ് സലീമിനെ കുറിച്ച് പറഞ്ഞത് പക്കായിരുന്നു. ഇവള് പക്കായിട്ട് പറഞ്ഞു. നമുക്കൊക്കെ പറയാനുള്ള സംഭവം അവൾ ഇവിടെ നിന്നുള്ളത് അവിടേക്ക് എത്തിച്ച പോലെ. നൈസ്, അവൻ പറഞ്ഞേക്കണ നീ. കണ്ടാലും കേട്ടാലും മനസ്സിലാവുന്ന മനുഷ്യന്മാരുണ്ട് ഇവിടെ. എല്ലാവരും അംഗീകരിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. LGTVയെ ഒരിക്കലും അംഗീകരിക്കാത്ത ആളുകളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. അതിൽ 99% ആളുകൾ എതിർക്കുന്നുണ്ട്. ഒരു തർക്കം കാര്യത്തിൽ വേണ്ട. സ്വന്തം മക്കൾ ഇങ്ങനെയാകുന്ന അവസ്ഥയിൽ അവർക്ക് ഒരിക്കലും സമ്മതിക്കാൻ കഴിയില്ല. അത് നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തും കാണുന്നതും കേൾക്കുന്നതൊക്കെ ഓക്കെയാണ്. ഇതിനെ ഒരു തരത്തിലും മതപരമായ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും ഈ ഒരു കാര്യത്തിലൂടെ ഒരു വെറുപ്പുണ്ട്. ആ വെറുപ്പ് തന്നെയാണ് വേദലക്ഷ്മിയും പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ അത് ഈ പൊതുസമൂഹത്തിന്റെയും കൂടെ ഒരു ശബ്ദമായിട്ടാണ് ഞാൻ അടക്കമുള്ള ആളുകൾ കണ്ടിട്ടുള്ളത്. അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആദില നൂറയായിരുന്നല്ലോ ഉദാഹരണമായിട്ടുണ്ടായിരുന്നു. പുറത്തുള്ള കാര്യങ്ങൾ, കൊട്ടാരക്കരയിലുള്ള പ്രശ്നങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തെങ്കിലും അകത്ത് തന്നെ ആ ഒരു കാര്യങ്ങൾ വ്യക്തമായി കടന്നിരുന്നു എന്നുള്ളതാണ്. അത് നൂറയാണെങ്കിലും ആദിലയാണെന്നുണ്ടെങ്കിലും വെറുപ്പിക്കലിന്റെ അങ്ങേയറ്റം. ഇവരെ പോലെ ഒരിക്കലും ഒരു മക്കൾ ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള അവരുടെ കാണിച്ചു കൂട്ടലുകൾ, അങ്ങനെ ഒരുപാട് ഊളത്തരങ്ങൾ അവരോട് കാണിച്ചിരുന്നു. ഒരു ഗെയിം ഷോ ആയിരുന്നു എങ്കിൽ പോലും അത് അവരുടെ റിയാലിറ്റി തന്നെയായിരുന്നു എന്നുള്ളതാണ്. അത് അവരുടെ യഥാർത്ഥ മുഖങ്ങളായിരുന്നു എന്നുള്ളതാണ്. അതൊക്കെ നമ്മൾ കണ്ടു മറന്നവരാണ്, അത് ഒഴിവാക്കി വിട്ടു. പക്ഷെ ഇന്ന് ലക്ഷ്മി ഇത് ചർച്ച ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത്തരം വാക്കുകൾ നമ്മൾ വീണ്ടും കൂട്ടിവെക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ മക്കൾക്കൊന്നും ഈ അവസ്ഥ വരരുതേ എന്നുള്ളത്. രഞ്ജു ഈ ലോകത്തിന് കൊടുക്കാൻ ശ്രമിക്കുന്ന മെസ്സേജ് എന്താണ്? ലവ് എന്ന് പറഞ്ഞാൽ ഒരു ഫാൻസി ഡ്രസ് ആണെന്നോ? സ്നേഹം എന്ന് പറഞ്ഞത് രണ്ടുപേർ അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തണിയുന്ന ഒരു കവചം മാത്രമാണെന്നോ? മാരേജിന്റെ യാതൊരു ആവശ്യവും ഇല്ല, സ്ത്രീകൾക്ക് വേണ്ടത് ഫ്രീഡം മാത്രമാണ്, അവർക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു സ്റ്റാച്ചു മാത്രമേ ആവശ്യമുള്ളൂ. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ല, ഇന്റർവ്യൂസിൽ രഞ്ജു തന്നെ പറഞ്ഞ കാര്യങ്ങളാ. ഇതൊക്കെ ശരിയാണോ തെറ്റാണോ എന്നൊന്നും പറയാൻ ഞാൻ ആരുമല്ല. രഞ്ജുവിന്റെ എക്സ്പീരിയൻസസിൽ നിന്നാണ് രഞ്ജു ഇത് പറഞ്ഞിരിക്കുന്നത്. 15 വർഷം മുന്നേ ഒരു അയൺ ലേഡി ആയ രഞ്ജു സർജറിക്ക് ശേഷം പൂർണ്ണ കുലസ്ത്രീയായിട്ട് മാറി. പിന്നീട് ഒരു ബ്രേക്കപ്പ് കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും സ്നേഹം തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ രഞ്ജുവിന് വന്ന മാറ്റങ്ങളാണ്. രഞ്ജുവിന് ഇത് LGBTQ മാത്രമായിരിക്കും. പക്ഷേ എനിക്കിത് 2X LGBTQIA++ എന്ന് പറഞ്ഞിട്ട് അതിന്റെ 72 സബ് കാറ്റഗറീസ് ഉൾപ്പെടെ ഒരു വലിയ വിഭാഗമാണ്. ഇതിൽ ഒരു വിഭാഗത്തെ നോർമലൈസ് ചെയ്യുമ്പോൾ ഞാൻ ബാക്കി എല്ലാ വിഭാഗത്തെയും നോർമലൈസ് ചെയ്യേണ്ടി വരും. എന്നെ കൊണ്ടത് പറ്റില്ല. ഒരിക്കലും നമ്മളെ പോലുള്ള ആളുകളെ കൊണ്ടത് പറ്റില്ല. ഒരു പ്രണയം ബ്രേക്കപ്പായി എന്ന് കരുതി എല്ലാവരുടെയും എല്ലാ പ്രണയങ്ങളും അത് മോശമാണ് എന്നോ അല്ലെങ്കിൽ പ്രണയം തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നൊരു കാര്യമൊക്കെ പറയാനുള്ള വകതിരിവേ അവർക്കൊക്കെ ഉള്ളൂ. ഇപ്പൊ മഞ്ജു വാര്യർ കുറച്ച് ദിവസങ്ങളായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, വിവാഹമേ വേണ്ട, നമുക്ക് വേണ്ടത് സാമ്പത്തികം മാത്രമാണ് എന്നുള്ളത്. തന്റെ ജീവിതം നഷ്ടപ്പെട്ടു എന്ന് കരുതിക്കൊണ്ട് അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തി എന്ന് കരുതിക്കൊണ്ട് മറ്റുള്ള ആളുകൾക്ക് ഇതൊരു മോട്ടിവേഷൻ എന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നത് വലിയ വിട്ടിത്തരാണെന്നുള്ളതാണ്. നമ്മൾ സ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ വാക്സിൻ അടിക്കുന്ന ഒരു പരിപാടിയുണ്ട്. 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലൊക്കെ ആയിട്ട് തോന്നുന്നു. നമ്മളത് ക്യൂ നിന്നുകൊണ്ടാണ് അടിക്കാൻ വേണ്ടി കാത്തിരിക്കാറ് അല്ലെ. ആദ്യം ഈ ഒരു വാക്സിൻ എടുത്ത ആള് കരഞ്ഞുകൊണ്ട് വരുന്നത് കാണുമ്പോൾ പിറകിലുള്ള ആളുകൾക്കൊക്കെ ഒരു പേടിയുണ്ടാവും, അയ്യോ അത് വേണോ വേണ്ടയോ എന്നുള്ളത്. അങ്ങനെ നമ്മൾ പേടിച്ച് അവിടെ എത്തി ആ വേദന നമ്മൾ ഏറ്റുവാങ്ങും. അപ്പോൾ അറിയാം ഇത് ഇത്രയേ ഉള്ളൂ എന്നുള്ളത്. അത്രയേ ഉള്ളൂ. ഈ ബോധമില്ലായ്മ ഒരു തെറ്റേ അല്ല. ഇവിടെ ഈ പറയുന്ന ആ വ്യക്തിയുടെ പേര് ഞാൻ മറന്നുപോയി. സ്ത്രീയുടെ പ്രസവ വേദനയേക്കാൾ വലിയ വേദനയാണ് ഞങ്ങളുടെ ഈ ഒരു സർജറി, അത് ഇത് എന്നൊക്കെ പറയുന്നുണ്ട്. അവരായിട്ട് വരുത്തി വെക്കുന്ന കാര്യങ്ങളാണ്, അല്ലാതെ അത് സ്വയം വന്നു വീഴുന്നതല്ല. പിന്നെ സ്ത്രീത്വത്തെയും ജന്മം നൽകുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കാൻ അത് സ്ത്രീകൾക്ക് തന്നെയാണ് യോഗ്യതയുള്ളൂ എന്ന് പറയേണ്ടി വരും. കാരണം അതൊരു ദൈവികമായിട്ടുള്ള കാര്യമാണ്. ആ ദൈവികമായ കാര്യങ്ങളെ ഇത്തരം കാര്യങ്ങളിലേക്ക് വലിച്ചിഴക്കുന്നതിനോട് എനിക്കൊരു യോജിപ്പില്ല. ഇത് രഞ്ജുവിന്റെ മുന്നിൽ നിന്നല്ല, വേറെ ആരുടെ മുന്നിൽ വന്ന് പറയാനും എനിക്ക് യാതൊരു മടിയില്ല. പിന്നെ ഞാനിത് പറയുമ്പോ അവിടെ ജാൻമണി ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്തേനെന്നൊക്കെ പറഞ്ഞ് വെറുതെ ചിരിപ്പിക്കല്ലേ രഞ്ജു? ജാനു ആ സ്പോട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ ലക്ഷ്മി കഥം. എന്ത് കഥ, മോന്ത അടിച്ചങ്ങ് തിരിച്ചു കഴിഞ്ഞാൽ ഒക്കെ കണക്കാണ് എന്നുള്ളതാണ്. പക്ഷെ ജാൻമണിയും ഒരാളാണ്. അവരുടെ കയ്യിലും കരുത്തുള്ള കരങ്ങളുണ്ടാകാം. പിന്നെ അവരുടെ സീസണിൽ കരഞ്ഞ് മൂക്കൊലിച്ച് ഓടിയത് നമ്മൾ കണ്ടതാണെന്നുള്ള, എന്നെ വിടല്ലേ അയ്യോ പോയ കല്ലാലേ എന്ന് പറഞ്ഞ് കരയുന്നത് നമ്മൾ ഒരുപാട് കണ്ടതാണെന്നുള്ളതാണ്. അപ്പോ ജാൻമണി ഉണ്ടെങ്കിലും അവിടെ
ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. ഇത് ഇവരുടെ വലിയൊരു കോൺഫിഡന്റ് തന്നെയാണ് കേട്ടോ. ഞങ്ങൾ ശക്തരാണ്, ഞങ്ങൾ അടിപൊളിയാണ്, ഞങ്ങളാണ് ശരി എന്നുള്ള ആ ഒരു കാര്യം, ഞങ്ങളാണ് ശരി എന്ന് പറഞ്ഞ് തിരിഞ്ഞൊന്ന് നോക്കുമ്പോൾ ഇവിടെ 99% ആളുകൾ പറയുന്നുണ്ടാകും നിങ്ങൾ ശരിയല്ല എന്നുള്ളത്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. ഞാനതിൽ അങ്ങനെ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ എനിക്കും കുറെ ചീത്തവിളി കേട്ടു. ലൈക്ക് പേഴ്സണൽ സ്പേസുകളിൽ നിന്നും നീ എന്തിനാ അവളെ സപ്പോർട്ട് ചെയ്യുന്നത് ലൈക്ക് ഉണ്ടാവുമല്ലോ. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ ഉദ്ദേശിച്ച പോയിന്റ് ഓഫ് വ്യൂ എനിക്ക് സ്ട്രൈക്ക് ചെയ്തുകൊണ്ടാണ്. വകതിരിവാണ്, മനുഷ്യന്മാർക്ക് വകതിരിവ് വേണമെന്നുള്ളതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ സോഷ്യൽ മീഡിയ, വൈറൽ, റീൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവരുടെ വില മൊത്തത്തിൽ കൊണ്ടുപോയി കളയുന്നത് എന്നുള്ളതാണ്. എല്ലാ മനുഷ്യന്മാർക്കും ഈ ഭൂമിയിൽ ജീവിക്കണം, പക്ഷെ എല്ലാവരെയും അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. എന്തായാലും ഭൂരിപക്ഷം ആളുകളും ഈ ഒരു കാര്യത്തിനെ എതിർക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. നിങ്ങൾ ന്യൂനപക്ഷമാണ്. ആ ന്യൂനപക്ഷം നാളെ ഭൂരിപക്ഷമായി മാറുമോ ബഹുപക്ഷമായി മാറുമോ എന്നൊന്നും എനിക്കറിയില്ല. കാരണം ഈ ജനറേഷൻ ഇത് കണ്ടു പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് ആൺകുട്ടികൾ സ്ത്രീവേഷം കെട്ടി നടക്കുന്നത് ഇപ്പോൾ ഒരു കൗതുകമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നാളെ ആ കൗതുകം മാറിയിട്ട് ഇതൊരു സാധാരണ പ്രശ്നമായിട്ട് അല്ലെങ്കിൽ ഒരു സാധാരണ കാര്യമായിട്ട് മാറുന്നത് നമ്മൾ കാണേണ്ടി വരും. IFK പോലെയുള്ള പരിപാടികളിലാണ് ഏറ്റവും കൂടുതൽ ഇത്തരം പ്രച്ഛന്ന വേഷങ്ങൾ കെട്ടുന്ന ആണുങ്ങളെ ഞാൻ കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പൊ KLF-ൽ 1-2 ആളുകളെ കണ്ടു തുടങ്ങി. ഇപ്പോ KLF-ഉം ഒരു ട്രെൻഡാണ്. പല ആളുകളും KLF-ന്റെ അർത്ഥം പോലും മനസ്സിലാക്കാതെ, എന്താണ് അവിടെ നടക്കുന്നതെന്ന് പോലും മനസ്സിലാക്കാതെ, അവിടെയുള്ള ബ്രോഷറുകൾ വായിച്ചിട്ട് നമ്മൾ ഇൻട്രസ്റ്റിംഗ് കണ്ടന്റുകൾ എന്താണെന്ന് പോലും അറിയാതെയാണ് വെറും പ്രഹസനത്തിന് വേണ്ടി വരുന്നത് എന്നും കഴിഞ്ഞ 2-3 ദിവസമായിട്ടുള്ള തിരക്ക് കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കി എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ കൂടുതലായിട്ട് വലിച്ചു നീട്ടുന്നില്ല. ഞാൻ നൂറ, ആദില എന്ന് പറയുന്ന വ്യക്തികളുണ്ടല്ലോ, ഈ വ്യക്തികളെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് ഒരു ക്ലിപ്പ് കാണിച്ചു തരാം. സ്വന്തം മാതാപിതാക്കൾ അവർ ഏത് രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്ന് മാത്രമേ കാണിച്ചു തരുന്നുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ഞാൻ ഒന്നും പറയുന്നില്ല. അത് നിങ്ങൾ തന്നെ അത് പൂരിപ്പിച്ചാൽ മതി. അമ്മയുടെ നേച്ചർ എനിക്ക് വരിക. ഞാൻ എന്ത് ചെയ്യുന്നില്ലേ? ഞാൻ മൂത്തടിച്ചിട്ട് ബോധം കെടുത്തിട്ടോ. മൂത്തടിച്ചിട്ട് ഞാൻ എന്താക്കും, തിരിച്ചു കൊണ്ടുവരാൻ നോക്കും. മുഖത്ത് ഒറ്റടിയോ എന്നിട്ടൊരു എന്താ പറയാ വല്ല ഇതില്ലേ കുന്തം പോലത്തെ സാധനം വടി 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 അതില്ലേ ഒലക്ക അത് വെച്ചിട്ടാണ് തലക്കടിക്കാണ്. LGTV ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കളോട് ഇത്രമാത്രം സ്നേഹം ഉണ്ടാവുമെന്ന് ഞാൻ ഇവരെ കണ്ടിട്ടാണ് പഠിച്ചിട്ടുള്ളത്. ഇവർക്ക് ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഇവർ പറയുന്നുണ്ട്. പക്ഷെ ഇവർ പറയുന്ന പല വാക്കുകൾ നുണയാണ് എന്ന് ബിഗ് ബോസ് വന്നപ്പോഴാണ് മനസ്സിലാകുന്നത്. കാരണം ഇവർ വിജയം നേടാൻ എന്തും പറയും, എന്തും കാണിക്കുമെന്ന് ബിഗ് ബോസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ബാക്കിയൊക്കെ നിങ്ങൾ അങ്ങ് പൂരിപ്പിക്കുക. നിങ്ങൾ ഈ ഒരു LGTVയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മക്കള് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ അവരെ ഏത് രീതിയിൽ ട്രീറ്റ് ചെയ്യും? ഒന്ന് കമന്റ് ചെയ്യുക. എന്റെ അഭിപ്രായം ചോദിക്കാൻ ആഗ്രഹമുള്ള ആളുകളുണ്ടാവും. എന്റെ അഭിപ്രായത്തിൽ അവരെ ഞാൻ അവരുടെ പാട്ടിനങ്ങ് വിടും. അവരായി അവരുടെ പാടായി. വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി പോൾ സൈനിങ് ഓഫ്.